ഓക്കെ, എല്ലാവർക്കും അനുദീപ് ബ്ലോഗ്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിലബസ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ നമുക്കറിയാം സിലബസ്, നമുക്കറിയാം എത്ര മാർക്കാണ് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് സിലബസ് എത്ര മാർക്കാണ്? കണ്ടോ, 20 മാർക്കാണ് അല്ലെ. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാണ്? 20 മാർക്ക്. ബാക്കി നമുക്കറിയാം അല്ലെ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ബാക്കി കറണ്ട് അഫയേഴ്സ്, പിന്നെ ബാക്കി GK നമുക്കറിയാം. നമുക്ക് 20 മാർക്കാണ് പ്രാധാന്യം കൊടുക്കാനുള്ളത് അല്ലെ. നമുക്ക് ആ 20 മാർക്കിലേക്ക് ഒന്ന് ഓടിച്ചു പോയി എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ സിലബസിൽ PSC കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതില് സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ IPC മാറിയിട്ട് BNS വന്നിട്ടുണ്ട് അല്ലെ, ഭാരതീയ ന്യായ സംഹിത 2023. കണ്ടോ, അതിലെ മാറ്റം 4 മാർക്കാണ്. നമുക്കറിയാം 4 മാർക്കാണ് പുതിയ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് CPOക്ക്. കണ്ടോ, അപ്പൊ BNS ആണ് ഭാരതീയ ന്യായ സംഹിത. അവിടെ കണ്ടോ പുതുതായിട്ട് കുറെ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പുതുതായിട്ട് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത് IPCയിൽ ഇല്ലാതിരുന്ന കുറെ സെക്ഷൻസ്. പിന്നെ അത് പണിഷ്മെന്റ് എന്നൊരു പോർഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ജനറൽ എക്സെപ്ഷൻസ്. എന്താണ് ജനറൽ എക്സെപ്ഷൻസ്? നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെടേണ്ട. കാരണം എന്താണ്, ഞാൻ ഈ മേഖലയിൽ ഒരുപാട് വർഷമായിട്ട് CPO കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എന്നെ പല വ്യക്തികൾക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്കറിയാം, നമ്മുടെ അനുദീപ് ബ്ലോഗ്സ് എന്ന ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും ബെസ്റ്റ് ചാനലാണ് അല്ലെ. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അനുദീപ് സാർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ജനറൽ എക്സെപ്ഷൻസ് എന്നൊരു പോർഷൻ ആണ്. അപ്പൊ അതിനകത്ത് കണ്ടോ, ഇത് ജസ്റ്റ് കണ്ടോ, എക്സെപ്ഷൻസ് നമുക്കറിയാം അല്ലെ, എന്താണ് ശിക്ഷ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഓഫൻസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഉണ്ട്. പിന്നെ ഓഫൻസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി. പിന്നെ അതുപോലെ ഓഫൻസസ് അഗേൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്നൊരു സാധനം അല്ലെ. അതുപോലെ ഓഫൻസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ് ഉണ്ട്. പിന്നെ ഓഫൻസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി അതാണ്. അത് കഴിഞ്ഞ് നോക്കി, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നമുക്കറിയാം, BNS അല്ലെ, BNSS. ഓക്കെ, അത് നമുക്കറിയാം, എന്താണ് CRPCക്ക് പകരം വന്നതാണ്, അത് നമുക്കറിയാം. അത് കഴിഞ്ഞ് വന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം, BSA നമുക്കറിയാം. എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പകരമാണ് ഇത് BSA വന്നത്, അത് നമുക്കറിയാം പുതുതായിട്ട്. പിന്നെ ബാക്കി കേരള പോലീസ് ആക്ട് ഉണ്ട്, NDPS ആക്ട് ഉണ്ട്, പോക്സോ ഉണ്ട്, IT ആക്ട് ഉണ്ട്, RT ആക്ട് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ പുതിയ സിലബസ്. നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, നേരെ പോർഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പോർഷൻ ഏതാണ്? നമ്മുടെ കേരള പോലീസ് ആക്ട് ആണ്. നോക്കാം, കേരള പോലീസ് ആക്ട് 2011. ഓക്കെ അല്ലെ. എന്താണ് കേരള പോലീസ് എന്നും അതിന്റെ ഘടന എന്താണെന്നും ഒക്കെ വിവരിക്കുന്നതാണ് കേരള പോലീസ് ആക്ട്. നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് തന്നെ പോവാം. എന്താണ് കേരള പോലീസ് ആക്ട്? കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും. അപ്പോ കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമം ക്രോഡീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമായുള്ള ആക്ട് ആണ് കേരള പോലീസ് ആക്ട്. ഓക്കെ അല്ലെ. ഓക്കെ, കേരള പോലീസ് ആക്ടിന് നമുക്കറിയാം രാഷ്ട്രപതി അല്ല, ഇവിടെ ഗവർണറുടെ അനുമതിയാണ് വേണ്ടത്. എന്നാണ് 2011 ജനുവരി 29 മുതൽ ഇത് പ്രാബല്യത്തിലുണ്ട്. ഒന്നുകൂടെ പറയാം, കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമമാണ്. അതുപോലെ എന്താണ്, അത് ക്രോഡീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമായുള്ള നിയമം കൂടിയാണ് ഇത് കേരള പോലീസ് ആക്ട്. ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്, അപ്പൊ നിലവിൽ വന്നല്ലോ, 2011 ജനുവരി 31 മുതൽ എന്ത് ചെയ്യുന്നു, ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുക. ഓക്കെ അല്ലെ. കേരള പോലീസ് ആക്ട് 2011 ഗവർണറുടെ അനുമതി ലഭിച്ചത് 2011 ജനുവരി 29. KP ആക്ട് 2011 ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയത് 2011 ജനുവരി 31. സെക്ഷൻ 1. നമുക്ക് ഈ സെക്ഷൻ 1 പഠിക്കുന്നതിന് മുമ്പ് എത്ര സെക്ഷനും എത്ര അധ്യായവും കേരള പോലീസിലുണ്ട് എന്ന് ചോദിച്ചാൽ, കേരള പോലീസ് ആക്ടിനകത്ത് 131 സെക്ഷൻസ്. എത്ര സെക്ഷനാണ്? 131 സെക്ഷൻസ് ഉണ്ട്. 131 വകുപ്പുകളും അതുപോലെ എത്ര ചാപ്റ്റർ ആണ്? 8 അധ്യായങ്ങളും ഉണ്ട്. അതിനകത്ത് നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഈ 3 മാർക്ക് നമുക്ക് കിട്ടണം. വളരെ സിമ്പിൾ ആണ് കേരള പോലീസ് ആക്ട്. നമുക്ക് നോക്കാം, മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഏറ്റവും സിമ്പിൾ ആണ് കേരള പോലീസ് ആക്ട്. സെക്ഷൻ 1 നമുക്ക് നോക്കാം. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. എന്താണ്ടാ പറയേ, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. നമുക്ക് നല്ല ഫുൾ എനർജി വരട്ടെ. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ഓക്കെ, ഈ നിയമം നമുക്കറിയാം. ഇതാണ് സെക്ഷൻ 1, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. എന്താണ് ചുരുക്കപ്പേര് എന്ന് ചോദിച്ചാൽ, ഇത് കേരള പോലീസ് ആക്ട് 2011 എന്നറിയപ്പെടുന്നു. ഇത്രയും പറയാൻ പറ്റുമോ? ഇത് കേരള പോലീസ് ആക്ട് 2011 എന്നറിയപ്പെടുന്നു. എന്താണ് വ്യാപ്തി എന്ന് ചോദിച്ചാൽ, ഇത് കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ്.
എന്നാണ് പ്രാരംഭം. എന്താണ് പ്രാരംഭം എന്ന് തൊട്ട് മുമ്പിൽ നമ്മൾ പഠിച്ചു. എന്നാണ് 2011 കണ്ടോ, 2011 ജനുവരി 31 മുതൽ ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. അപ്പൊ അന്ന് മുതൽ ഇതിന് പ്രാബല്യത്തിലുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ സെക്ഷൻ 1 ഇത്രയേ ഉള്ളൂ. ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. ചുരുക്കപ്പേരെന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് കേരള പോലീസ് ആക്ട് 2011 എന്നറിയപ്പെടുന്നു. വ്യാപ്തി എന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ്. പ്രാരംഭം, ആരംഭം എന്ന് മുതൽ ആരംഭിച്ചു. ഇത് 2011 ജനുവരി 31 മുതൽ പ്രാബല്യത്തിലുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. സെക്ഷൻ 3 നമുക്ക് നോക്കാം. എന്താണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 എന്ന് ചോദിച്ചാൽ പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ മറക്കരുത്, സെക്ഷൻ 3 വാക്കല്ലേ ഉള്ളൂ. കർത്തവ്യം. എന്താണ്? കർത്തവ്യം അല്ലെങ്കിൽ കാഡാമ. കർത്തവ്യത്തിന്റെ മറ്റൊരു പേരാണ് കാഡാമ. അപ്പൊ കർത്തവ്യമോർ കാഡാമ, കർത്തവ്യമോർ കാഡാമ, കാഡാമ. ക്ലിയർ ആണോ? ക്ലിയർ. എന്താണ് കർത്തവ്യം നമുക്ക് നോക്കാം. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിൽ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി, ഭരണവ്യവസ്ഥ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ 4 കാര്യം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ അഖണ്ഡത, രാഷ്ട്രത്തിന്റെ സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം. ഒന്നുകൂടെ പറയാം. പോലീസിന്റെ കർത്തവ്യം അല്ലെങ്കിൽ കാഡാമ എന്ന് ചോദിച്ചാൽ ഭാരതത്തിനൊരു ഭരണഘടനയുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണ്. ഈ ഭരണഘടന പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകളുണ്ട്. ഓക്കെയാണോ? ഓക്കെ. അത് ഭരണവ്യവസ്ഥയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ ആരുടെ ഭാഗം? പോലീസ് ആണെങ്കിൽ പോലീസ് ആരുടെ കൂടെ നിൽക്കണം? എപ്പോഴും ഭരണവ്യവസ്ഥയുടെ ഭാഗത്തിലല്ലേ നിൽക്കാവൂ? ഗവൺമെന്റിന്റെ കൂടെ അല്ലേ നിൽക്കാവൂ? ഓക്കെ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ ജനങ്ങൾക്കിടയിലല്ലേ പ്രവർത്തിക്കുന്നത്? ഒരു സേവന വിഭാഗമല്ലേ നമ്മൾ? സേവന വിഭാഗം എന്ന നിലയിൽ ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ അഖണ്ഡത, രാഷ്ട്രത്തിന്റെ സുരക്ഷ, ഓക്കെ, ഈ മനുഷ്യാവകാശം സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യവും അവകാശവും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? പോലീസിന്റെ കർത്തവ്യം ഓർ കടമ സെറ്റാണോ? സെറ്റ്. മറക്കരുത്. പോലീസ് സെക്ഷൻ, കേരള പോലീസ് ആക്ടിലെ 3ാമത്തെ സെക്ഷൻ. പോലീസിന്റെ ചുമതല, പോലീസിന്റെ ചുമതല, മറക്കരുതേ, ചുമതല. അപ്പൊ സെക്ഷൻ 4 ചുമതല. മറക്കല്ലേ. ചുമതല നമുക്ക് നോക്കാം. ചുമതല. അപ്പൊ ചുമതലകളിൽ 4 ABCDEFG കണ്ട എസ് വരെയുണ്ട്. ഭയപ്പെടേണ്ട നിങ്ങൾ. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ A for ആപ്പിൾ. എന്താണ്? പാട്ട് പാടിക്കോ. A for ആപ്പിൾ. നമ്മളൊരു ആപ്പിൾ എടുത്തു, എന്നിട്ട് അത് മുറിച്ച് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണ്ടേ? അപ്പൊ അത് ഓർത്താൽ മതി. പക്ഷഭേദം പാടില്ല. പോലീസുകാരുടെ ചുമതലയിൽ എന്താണ്? ഒരു വ്യക്തിയോടും പക്ഷഭേദം പാടില്ല. അല്ലെ? അവിടെ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? പക്ഷഭേദം പാടില്ല എന്നാണ്. അപ്പൊ 4 എന്താണ്? പക്ഷഭേദം പാടില്ല. ഓക്കെ. ബി സ്മോൾ ബിയിൽ ഒരു വരയിട്ടൽ 5 ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം, അന്തസ്സ്, മനുഷ്യാവകാശം. എന്താണ്? ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം, അന്തസ്സ്, മനുഷ്യാവകാശ സംരക്ഷണം. ക്ലിയർ ആണോ? ഇതാണ് 5 കാര്യം. ജനങ്ങളുടെ ഈ 5 കാര്യം സംരക്ഷിക്കുക. ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം, അന്തസ്സ്, മനുഷ്യാവകാശം. ക്ലിയർ ആണോ? ക്ലിയർ. സി ആഭ്യന്തര സുരക്ഷ. നമ്മളിങ്ങനെ നോക്കില്ലേ? ആഭ്യന്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപകടം സാധ്യത ഉണ്ടോ നോക്കില്ലേ? അപ്പൊ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക. ഇടി ഡി എന്ന് പറഞ്ഞാൽ ഇടി. പൊതുസുരക്ഷയ്ക്ക് ആരെങ്കിലും വീഴ്ച വരുത്തി നമ്മൾ ഇടി കൊടുക്കും. അല്ലെ? അങ്ങനെ ഓർത്താൽ മതി. പൊതുസുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയാൽ ഇടി കൊടുക്കും. ഇടി പൊതുസുരക്ഷ. ഈ അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക. ഈ എന്ന് ഗുണ്ടകൾ ചിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഗുണ്ടകളുടെ ചിരി നമ്മൾ മാറ്റി കൊടുക്കണം. ജനങ്ങളെ നോക്കി എന്ന് ചിരിക്കാൻ അനുവദിക്കരുത്. അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്നത്. മറക്കരുത്. എന്ന് പറഞ്ഞാൽ അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തേക്ക് പോകുന്നു. എഫ്, പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുക. എഫ് എന്ന് പറഞ്ഞാൽ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുക. അപ്പൊ എഫിനെ നമുക്ക് പൊതു സ്വത്ത് നോക്കാം. പൊതു സ്വത്തിന് വരെ എങ്ങനെ ഓർക്കാം? പൊതു സ്വത്തുക്കൾ എന്തൊക്കെയാ? പൊതു സ്വത്തുക്കൾ റോഡ്, റെയിൽവേ, പാലങ്ങൾ, ക്ഷേത്രങ്ങൾ, അല്ലെ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് എല്ലാം പൊതു സ്വത്തുക്കളാണ്. അതിന്റെ സംരക്ഷണം ആര് തന്നെയാണ്? പോലീസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ജി ഫോർ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക. 4 G ആണ് കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക.
കൊണ്ടുവരിക. അപ്പൊ G for കുറ്റം, G for കുറ്റം എന്ന് ഓർത്താൽ മതി. അപ്പൊ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക. ക്ലിയർ അല്ലേ? കുറ്റം എന്ന് ഓർത്താൽ അപ്പം കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക. H for Hന് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ H ഒന്നിട്ടെ, ക്യാപിറ്റൽ ലെറ്റർ H ഒന്നിട്ടെ എല്ലാരും. രണ്ട് വര വരച്ച ഇടയില് എന്തായി? അത് ജയിലായില്ലേ? ജയിലായില്ലേ? കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. അപ്പൊ ജയിലിൽ കൊണ്ടുവരിക, കുറ്റവാളികളെ ജയിലിൽ കൊണ്ടുവരിക. ക്ലിയർ ആണോ? അപ്പൊ കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. ഓക്കെ അല്ലേ? I for ട്രാഫിക്, I for ട്രാഫിക്, I for ട്രാഫിക്. I എന്താണ്? ട്രാഫിക് നിയന്ത്രിക്കുക. I എന്താണ്? ട്രാഫിക്. നമുക്കറിയാം പോലീസുകാരാണല്ലോ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. കണ്ടിട്ടില്ലേ? ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ബാക്കി എല്ലാം അറിയാലോ. പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് ഐയിൽ പറയുന്നത് ട്രാഫിക് നിയന്ത്രണം. അപ്പൊ എ പഠിച്ചോ. ഏതാണ്? പക്ഷഭേദം പാടില്ല. P 5 ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം, അന്തസ്, മനുഷ്യാവകാശം. ക്ലിയർ ആണോ? ക്ലിയർ. C എന്താണ്? നമ്മൾ പറഞ്ഞു ആഭ്യന്തര സുരക്ഷ. D പറഞ്ഞു പൊതുസുരക്ഷ. E എന്ന് പറഞ്ഞു അപായങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ ജനങ്ങൾ രക്ഷിക്കുക. F പറഞ്ഞു പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കുക. G എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക. H എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ യഥാവിധിയായുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. I for ട്രാഫിക്, I for ട്രാഫിക്, I for ട്രാഫിക്. കിട്ടുമല്ലോ? കിട്ടും. J for കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുവാനും പരിഹരിക്കാനും ശ്രമിക്കുക. അപ്പോ J എന്ന് പറഞ്ഞൊരു വാള് പോലെ ഇരിക്കും, അരിവാൾ പോലെ ഇരിക്കണം അല്ലെ? ഈ അരിവാൾ കൊണ്ട് ആരെയും കൊല്ലാതിരിക്കാൻ വേണ്ടി എക്സാമ്പിൾ പറയുന്നതാണ് ഓർമ്മിക്കാൻ. അപ്പൊ ചെറിയൊരു കുറ്റം അത് വലുതായിട്ട് അരിവാൾ വരെ കൊണ്ടെത്തിക്കരുത്. അപ്പൊ കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുവാനും പരിഹരിക്കാനും ശ്രമിക്കുക. അതാണ് J. K for പ്രകൃതി ദുരന്തം എന്നല്ല, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. K for കൊടുങ്കാറ്റ് എന്നോർത്തുകൂടി നമുക്ക്. K for കൊടുങ്കാറ്റ്. അപ്പൊ പെട്ടെന്ന് കിട്ടില്ല, കൊടുങ്കാറ്റ് ഒരു പ്രകൃതി ദുരന്തം അല്ലേ? അപ്പൊ K for പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കുക, സഹായിക്കുക. L for ലെറ്റർ എന്നോർത്താൽ മതി. ലെറ്റർ എന്ത് ലെറ്റർ? രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പൊ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് സഹായകരമായ വിവരങ്ങൾ സമാഹരിച്ചതിന് ശേഷം പരിശോധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് L. M for മരണം, M for മരണം, M for മരണം. കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസൃതമുള്ള സംരക്ഷണം ഉറപ്പാക്കുക. M for മരണം, കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസൃതമുള്ള സംരക്ഷണം. അപ്പൊ മരണം, ആരുടെ മരണം സംഭവിക്കരുത്? കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യരുത്? ഒരു അപകടവും സംഭവിക്കാതെ ശ്രദ്ധിക്കുക. N for നിയമാനുസൃതമായ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക. N for നിയമാനുസൃതമായ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക. N. O for obedience, O for obedience, O for obedience എന്നാണ്? അച്ചടക്കം പാലിക്കുക എന്നാണ്. O for obedience എന്നാണ്? അച്ചടക്കം പാലിക്കുക. P for പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. P for പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. P for പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. Q for പ്രത്യേക പരിഗണന ആവശ്യമുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത് ഒരുപാട് ജനങ്ങൾ ഉണ്ടാവും അല്ലെ? അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ടെങ്കിൽ അത് സ്ത്രീകളാകാം, കുട്ടികളാകാം, വയോജനങ്ങളാകാം, വൈകല്യമുള്ളവരാകാം, അവരൊക്കെ എന്ത് ചെയ്യാം? പ്രത്യേക സഹായം നൽകുക. R for കൊറോണ എന്നോർത്താൽ മതി. R for കൊറോണ. കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം പാലിക്കുക. R for തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം പാലിക്കുക എന്നാണ്. R for തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം പാലിക്കുക. S for സർക്കാർ, S for സർക്കാർ, S for സർക്കാർ. സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതലകൾ നിർവഹിക്കുക. S for സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതലകൾ നിർവഹിക്കുക എന്നാണ് എസിൽ പറയുന്നത്. ഇത്രയൊക്കെയാണോ? ഇത്രയൊക്കെയാണ്. വളരെ വേഗത്തിലാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് പഠിക്കാൻ വളരെ പാടുള്ള ഒരു പോർഷനാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ കോഡ് വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ആവുമോ? അപ്പൊ അത് സിമ്പിൾ ടെക്നിക്സിൽ യൂസ് ആയിക്കോളൂ. അപ്പൊ നമ്മൾ സെക്ഷൻ 1 പഠിച്ചു, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. സെക്ഷൻ 1 കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 3 പോലീസിന്റെ കടമ അല്ലെങ്കിൽ കർത്തവ്യം. അത് കഴിഞ്ഞ് സെക്ഷൻ 4 പഠിച്ചു എന്താണ്? പോലീസിന്റെ ചുമതല. പോലീസിന്റെ ചുമതല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ. നമുക്കറിയാം കേരള പോലീസിൽ ഏകദേശം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എത്ര ബറ്റാലിയൻ ഉണ്ട്? നമുക്ക് ബറ്റാലിയൻ ഉണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഉള്ളതാണ് SAP ബറ്റാലിയൻ അല്ലെ? നമുക്കറിയാം 7 ബറ്റാലിയൻ ആണ് അല്ലെ? ആൺകുട്ടികൾക്കും വനിതകൾക്കായിട്ട് ഒരു ബറ്റാലിയൻ ഉള്ളത്, വുമൺ പോലീസ് ബറ്റാലിയൻ. ഈ വുമൺ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനം എവിടെയാ? വുമൺ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനം തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മേനംകുളമാണ്. അറിഞ്ഞിരിക്കണേ, തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മേനംകുളം.
അതുപോലെ നമ്മുടെ എന്താണ് SAP ബറ്റാലിയൻ ഉണ്ട്, സ്പെഷ്യൽ ആംഡ് പോലീസ്. SAP ബറ്റാലിയൻ, സ്പെഷ്യൽ ആംഡ് പോലീസ് തിരുവനന്തപുരം മാത്രമാണ് കവർ ചെയ്ത് വരുന്നത്. അതുപോലെ KP 3-ാം ബറ്റാലിയൻ, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. KP 3-ാം ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്. അത് 2 ബറ്റാലിയൻ അല്ലെങ്കിൽ 3 ജില്ല ചേർന്നിട്ട് വരുന്നതാണ്. ഏതൊക്കെയാണ്? കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് KP 5 എന്ന് പറയുന്നത് 5-ാം ബറ്റാലിയൻ ഇടുക്കിയിലാണ്. അത് ഇടുക്കിയും കോട്ടയവും കൂടെ കവർ ചെയ്ത് വരുന്നതാണ് KP 5. അത് കഴിഞ്ഞ് KP 1-ാം ബറ്റാലിയൻ, അത് എറണാകുളം മാത്രമുള്ളതാണ് KP 1-ാം ബറ്റാലിയൻ. അത് കഴിഞ്ഞ് KP 2, KP 2 ബറ്റാലിയൻ, അത് തൃശ്ശൂര്, പാലക്കാടാണ്. തൃശ്ശൂര്, പാലക്കാട്. അത് കഴിഞ്ഞ് വരുന്നത് മലപ്പുറമാണ്, MSP ബറ്റാലിയൻ. അത് കോഴിക്കോട്, മലപ്പുറം ചേർന്നിട്ട് വരുന്നതാണ് MSP ബറ്റാലിയൻ. കേരളത്തിലെ ആദ്യത്തെ ബറ്റാലിയനാണ് ഏത്? MSP ബറ്റാലിയൻ. കേരളത്തിലെ ആദ്യ ബറ്റാലിയനാണ് MSP ബറ്റാലിയൻ. ഇപ്പൊ 100 വർഷം തികഞ്ഞ ഏക ബറ്റാലിയൻ കൂടിയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് MSP. അത് കഴിഞ്ഞ് മുകളിൽ വരുന്നതാണ് KP 4th ബറ്റാലിയൻ. കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ്, കണ്ണൂര്, വയനാട് കവർ ചെയ്ത് വരും. ഇതാണ് നമ്മുടെ ബറ്റാലിയൻ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ +2 ക്വാളിഫിക്കേഷനിൽ ഇത്രയും നല്ല സാലറി പാക്കേജ് ഉള്ള 31,100 രൂപ മുതൽ ഏകദേശം 66,000 രൂപ വരെ സാലറി പാക്കേജ് ഉള്ള ഒരു ജോലി വേറെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളും പവറും അല്ലെ എല്ലാം കിട്ടുന്ന ഒരു ജോലിയാണ്, സൂപ്പർ ജോലിയാണ് നമ്മുടെ എന്താണ് CPO അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ. അപ്പൊ അതിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാ സഹായത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞു തരാം. ഞങ്ങൾ ഓക്കെ ആണോ? അടുത്തിലേക്ക് പോകുന്നു, സെക്ഷൻ 7ലേക്ക് പോകുന്നു. സെക്ഷൻ 7, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്കുള്ള അവകാശം എന്താണ്? സെക്ഷൻ 7. അപ്പൊ മറക്കരുത്, പൊതുജനങ്ങൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്? കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് എന്തുണ്ട്? അവകാശമുണ്ട്. മറക്കരുത്, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അത്രേ ഉള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. എല്ലാ ജനങ്ങൾക്കും കാര്യക്ഷമമായ പോലീസ് സേവനം ലഭിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7. ക്ലിയർ ആണോടാ? ക്ലിയർ. അത് കഴിഞ്ഞാൽ വരുന്ന 8. സെക്ഷൻ 8 മറക്കല്ലേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെല്ലാം അവകാശം ലഭിക്കണം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെല്ലാം അവകാശം ലഭിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 8. നമുക്ക് നോക്കാം സെക്ഷൻ 8 എന്താണെന്ന്. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് എന്തെല്ലാം അവകാശം കിട്ടും നമുക്ക് നോക്കാം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 8 നോക്കാം. എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി, അതായത് ന്യായമായ യുക്തിക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും ഏത് പോലീസ് സ്റ്റേഷനിലും സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും ഏത് പോലീസ് സ്റ്റേഷനിലും സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശമുണ്ട്. അപ്പൊ നമുക്ക് ഒരു പൊതുജനത്തിന് ഏത് സമയത്തും എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാം. പക്ഷെ എങ്ങനെ ആയിരിക്കണം? സമാധാനപൂർവ്വമായിരിക്കണം, പിന്നെ നിയമാനുസൃതമായിരിക്കണം. എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസിന് എന്ത് ചെയ്യാവൂ? കയറി ചെല്ലാവൂ എന്നുള്ള കാര്യം അറിയുക. അത് 8 ക്ലോസ് 1-ലാണ്. 8 ക്ലോസ് 2 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുന്നതിന് അവകാശമുണ്ട്. അപ്പൊ 8 ക്ലോസ് 2-ൽ എന്താണ്? പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. അപ്പോ മേലുദ്യോഗസ്ഥനെ കാണുവാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം ഒരു മേലുദ്യോഗസ്ഥൻ നമുക്ക് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഞാനാണത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. അപ്പൊ 8 ക്ലോസ് 2 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുന്നതിന് അവകാശമുണ്ടായിരിക്കും. 8 ക്ലോസ് 3 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി നൽകുവാനുള്ള സൗകര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. 3ാമത്തെ പോയിന്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെക്ഷനാണ് സെക്ഷൻ 8. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത്രയും കാലം ഞാൻ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സെക്ഷൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിച്ചോളൂ. 6 പോയിന്റേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കാം. അപ്പൊ 1ാമത്തെ പോയിന്റ് ഏത് സമയത്തും കയറിച്ചെല്ലാം സമാധാനപൂർവ്വമായിരിക്കണം, നിയന്ത്രണം അല്ലെ. 2ാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുന്നതിന് അവകാശമുണ്ടായിരിക്കും. ഇനി 8 ക്ലോസ് 3 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി നൽകാനുള്ള സൗകര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. സ്ത്രീകൾക്ക് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി നൽകാനുള്ള സൗകര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? 4, പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റ് രസീത് ലഭിക്കുവാനും പരാതി സംബന്ധിച്ചുള്ള പോലീസ് നടപടിയുടെയോ അന്വേഷണത്തെ കുറിച്ചോ അറിയുവാനുള്ള അവകാശമുണ്ട്. അപ്പോ 8 ക്ലോസ് 4 പറയുന്നത് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ച്, അപ്പൊ അയാൾ ഒരു പരാതി കൊടുത്തു, കൈപ്പറ്റ് രസീത്, നമ്മൾ കൊടുത്ത പരാതിയിൽ എന്ത് ലഭിക്കണം? നമുക്ക്
രസീത് ലഭിക്കണം അല്ലെ. അപ്പൊ കൈപ്പറ്റി രസീത് ലഭിക്കുവാനും പരാതി സംബന്ധിച്ചുള്ള പോലീസ് നടപടിയുടെയോ അന്വേഷണത്തെ കുറിച്ചോ അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് 8 clause 4 പറയുന്നത്. ഓക്കെ, ഇനി 8 clause 5 എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ തത്സമയം രേഖപ്പെടുത്തുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പൊ 8 clause 5 എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഉണ്ടല്ലോ, വാക്കാലോ രേഖാമൂലമോ, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം ഒരു രജിസ്റ്റർ സൂക്ഷിക്കും. അതിന്റെ പേരാണ് GD ബുക്ക് എന്ന് പറയും. ഇതാണ് ജനറൽ ഡയറി. ഈ ബുക്കിനകത്ത് പോലീസ് സ്റ്റേഷൻ 24 hours ആണ് ആ ബുക്കിന്റെ സമയം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറൊരാളെ എഴുതും. ഓരോ ദിവസവും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്യും, അല്ലെ രജിസ്റ്റർ എഴുതി തയ്യാറാക്കും. അപ്പൊ ഇത് സൂക്ഷിച്ച് അതിന്റെ ഒരു കോപ്പി മേലുദ്യോഗസ്ഥന് കൊടുത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബുക്കാണ് ജനറൽ ഡയറി എന്ന് പറയുന്നത്. ഈ ബുക്കിനകത്ത് നമ്മൾ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം എന്ത് ചെയ്യും, അവർ സൂക്ഷിക്കും, എഴുതി സൂക്ഷിക്കും. 8 clause 6 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുവാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. അപ്പൊ 8 clause 6 എന്നാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുവാൻ ഏതൊരു പൗരനും അവകാശമുണ്ടായിരിക്കും. ഇതാണ് 8 clause 6. അപ്പൊ 1 മുതൽ 6 വരെ കിട്ടിയോ? 1 പറഞ്ഞാൽ ഏത് സമയത്തും അല്ലേ പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞു മേലുദ്യോഗസ്ഥനെ കാണാൻ, മൂന്നാമത്തെ സ്ത്രീകൾക്കുള്ള അല്ലെ അവകാശം പറഞ്ഞു, നാലാമത്തെ കൈപ്പറ്റി രസീത് ലഭിക്കാനും പരാതി എവിടെ വരെ ആയി എന്നറിയാനുള്ള അവകാശമുണ്ട്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്, പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം അല്ലെ അത് ബുക്കിൽ GD ബുക്കിൽ എഴുതുക. 8 clause 6 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലുണ്ടോ എന്ന് അറിയുവാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഏതൊരു പൗരനും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 8 വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോവാണേ. അടുത്ത സെക്ഷൻ പോലീസ് സേനയുടെ പൊതുവായ ഘടന. അപ്പോ കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ സെക്ഷൻ 14 എന്താണ്, പോലീസ് സേനയുടെ പൊതുവായ ഘടന. കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കും. നമുക്കറിയാലോ 1956 എന്താണ് കേരളം രൂപീകരിച്ചത്. ഈ രൂപീകരിച്ച സമയം മുതൽ തന്നെ കേരള പോലീസ് എന്നൊരു സേനയുണ്ട്. അതിൽ തന്നെ കേരള പോലീസിന്റെ ആദ്യത്തെ മേധാവിയാണെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖരൻ നായരാണ്. പോലീസിന്റെ ആദ്യത്തെ മേധാവി ചന്ദ്രശേഖരൻ നായർ. പക്ഷെ അന്ന് DGP എന്നൊരു പദവിയില്ല. അന്ന് പകരം IG എന്ന പദവിയായിരുന്നു ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് DGP എന്ന പദവി കൊടുത്തത് ആദ്യമായിട്ട് T അനന്തശങ്കരൻ അയ്യർ എന്ന വ്യക്തി IG ആയിരുന്ന സമയത്താണ് സർക്കാർ എന്ത് മാറ്റിയത്, IG എന്ന പദവി ഉയർന്ന പദവിയിൽ നിന്നും DGP എന്ന പദവിയിലേക്ക് പ്രൊമോട്ട് ആക്കിയത്. അപ്പോൾ അന്നുണ്ടായിരുന്ന T അനന്തശങ്കരൻ അയ്യർ എന്ന വ്യക്തി ആരായി മാറി, കേരളത്തിലെ ആദ്യത്തെ DGP എന്ന പദവി കൈകാര്യം ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ പോലീസ് മേധാവി ചോദിച്ചാൽ ആരെ പറയും നിങ്ങൾ, അത് N ചന്ദ്രശേഖരൻ നായർ. അതുപോലെ ആദ്യത്തെ DGP ആണെന്ന് ചോദിച്ചാൽ T അനന്തശങ്കരൻ അയ്യർ. നമുക്കറിയാം എവിടെയാണ് പോലീസിന്റെ ആസ്ഥാനം, കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാ? കേരള പോലീസിന്റെ ആസ്ഥാനം അത് PHQ എന്ന് പറയും അല്ലെ. അതെവിടെയാണ്? അത് വഴുതക്കാട്, തിരുവനന്തപുരം വഴുതക്കാടാണ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം വഴുതക്കാട്. അത് കഴിഞ്ഞ് പോലീസ് ട്രെയിനിങ് കോളേജ് PTC എന്ന് പറയും. പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? അത് തൈക്കാടാണ്. എവിടെയാണ്? തൈക്കാട്. അതുപോലെ രാമവർമ്മപുരം, തൃശൂർ രാമവർമ്മ അല്ലെ കേരള പോലീസ് അക്കാഡമിയാണ്. മാറല്ലേ? അപ്പൊ ഒന്നുകൂടെ പോലീസിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരം വഴുതക്കാടാണ്. രണ്ടാമത് പറഞ്ഞാൽ പോലീസ് അക്കാഡമി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരള പോലീസ് അക്കാഡമി അത് തിരുവനന്തപുരം അല്ല, തൃശ്ശൂര് രാമവർമ്മപുരം. പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ അത് തൈക്കാടാണ്. അതുപോലെ മൗണ്ടഡ് പോലീസ് ഉണ്ടല്ലോ, കുതിരസേന, അശ്വാരൂഢ സേന, ഓക്കെ, അതെവിടെയാണ്? അതും തിരുവനന്തപുരത്താണ്. അത് മൗണ്ടഡ് പോലീസ് തൈക്കാടാണ്, തിരുവനന്തപുരം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നമുക്ക് പോലീസിന്റെ പദവിയിലേക്ക് പോകാം. അപ്പൊ കേരള പോലീസിലെ പദവികൾ നമുക്ക് ആരോഹണ ക്രമത്തിൽ ഒന്ന് നോക്കാം. എന്താണ്? പോലീസ് കോൺസ്റ്റബിൾ. നമുക്ക് ഫസ്റ്റ് നമുക്കറിയാം CPO ആണ്. പക്ഷെ അതിന് തുല്യമായിട്ട് നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ. ശരി തന്നെ, രണ്ടും ഒരേ പദവി തന്നെയാണ്. പഴയ പേരാണ് പോലീസ് കോൺസ്റ്റബിൾ, ഇപ്പോൾ അതിനെ സിവിൽ പോലീസ് ഓഫീസർ ആക്കി. ഇപ്പോഴും ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് പറയുന്നത്, PC. അതുപോലെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഇവിടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ SCPO എന്ന് പറയും. ഫസ്റ്റ് CPO, അത് കഴിഞ്ഞ് SCPO സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. എഴുതി പഠിക്കണേ. അത് കഴിഞ്ഞ് ASI എന്താ? അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ASI എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ASI കഴിഞ്ഞ് SI ആണ്. SI എന്താണ്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. SI എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. SI കഴിഞ്ഞ് വരുന്നു ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ IOP എന്ന് പറയും, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് DYSP. എന്താണ്? DYSP, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. ഓക്കെ അല്ലെ? DYSP. അത് കഴിഞ്ഞ് വരുന്ന പദവിയാണ് SP. ഓക്കെ, ഇനി അങ്ങോട്ട് മുകളിലോട്ടൊക്കെ നമ്മൾ IPS കാരൊക്കെയാണ് കൂടുതലാകുന്നത്. ഓക്കെ, അപ്പൊ സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ SP ആണ്. ഒന്നുകൂടെ പറയാം, CPO,
SCPO, അതിന് ASI എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, IOP ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, DYSP ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, SP എന്ന് പറഞ്ഞാൽ ആരാണ് സൂപ്രണ്ട് ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് വരുന്നു DIG. ആരാണ് DIG ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് IG വരുന്നു ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. IG ആരാണ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അതിന്റെ മുകളിലാണ് ADGP വരുന്നത്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ADGP ആരാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു DGP. ആരാണ് DGP ആരാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. പിന്നെ അതിന് മുകളിലാണ് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. ഒരേ സമയം 2-3 DGP ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയെ സർക്കാർ എന്താക്കും, പോലീസിന്റെ മേധാവിയാക്കും. അദ്ദേഹമാണ് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി. അപ്പൊ ഇത്രയും ഓക്കെ ആണോ? അപ്പൊ കേരള പോലീസിലെ പദവികൾ കിട്ടിയോ നമുക്ക്? അപ്പൊ ഇത്രയും യൂസ് ആക്കി എടുക്കാമോ? അപ്പൊ ഇത് എഴുതി നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഇതാണ് പോലീസിന്റെ ഘടന എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പോലീസിന്റെ ഘടന. അതുപോലെ തന്നെ സർക്കാരിന് പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവിലൂടെ കേരള പോലീസിലോ മറ്റു സംസ്ഥാനങ്ങളിലോ കേന്ദ്ര സർക്കാരിലോ നിലവിലുള്ള ഏതൊരു പോലീസ് പദവിയെയും അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും പദപ്രയോഗങ്ങൾ, അതായത് ഒന്നുമില്ല, നമ്മുടെ ഈ പദവിക്ക് തുല്യമായി ഇപ്പൊ പട്ടാളത്തിൽ കുറെ പദവികളുണ്ടല്ലോ, അതുപോലെ വേറെ സംസ്ഥാനങ്ങളിൽ പദവി ഉണ്ടല്ലോ, ആ പദവിക്ക് തുല്യമായിട്ട് നമ്മുടെ പദവിയെയും കണക്കിലാക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കിവിടെ SI എടുത്തു കഴിഞ്ഞാൽ അവിടെ SIക്ക് പകരമായി വേറൊരു റാങ്ക് ആയിരിക്കും ഉള്ളത്. അത് നമുക്ക് കണക്കാവും അല്ലേ? അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒന്നിന് തുല്യമെന്ന് കരുതാവുന്നതാണ്. ഇത്രയുള്ള ഒരു കാര്യമില്ല. 4ാമത്തെ പോയിന്റ് എന്താ? കേരള പോലീസ് സേനയിൽ അടങ്ങിയിരിക്കുന്ന യാതൊന്നും തന്നെ പുതിയൊരു പദവി സൃഷ്ടിക്കുന്നതിനോ അതായത് പുതിയൊരു പദവി സൃഷ്ടിക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ 4ാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സർക്കാർ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ IG എന്ന പദവിയായിരുന്നല്ലോ ഏറ്റവും ഉയർന്ന പദവി, പിന്നെ അത് മാറിയിട്ട് എന്തായി, IG മാറി DGP ആക്കിയില്ലേ? അത് സർക്കാരിനുള്ള പൂർണ്ണ അധികാരം ആണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മളിപ്പോ പഠിച്ച സെക്ഷനുകൾ. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് തോന്നുന്നു. സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഫുൾ പവറിലാണോ? ഉത്സാഹത്തിലിരിക്കുക, നമുക്ക് സമയമുണ്ട്, പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ സെക്ഷൻ 1 പഠിച്ചു ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. സെക്ഷൻ 3 പഠിച്ചു കർത്തവ്യം. സെക്ഷൻ 4 പഠിച്ചു പഠിച്ചു. സെക്ഷൻ 7 പഠിച്ചു കാര്യക്ഷമമായ പോലീസ് സേവനത്തിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശം. സെക്ഷൻ 8 പഠിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം. സെക്ഷൻ 14 പഠിച്ചു പോലീസിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ. ഓക്കെ അല്ലെ? ഈ പോർഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ?